ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീണു പോകാറുണ്ട്. പക്ഷേ ആ വീഴ്ചകളിൽ തളർന്നിരിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ വീഴ്ചകളിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. ബോളിവുഡിലെ അഭിനയ വിസ്മയം നമ്മുടെ സ്വന്തം അമിതാഭ് ബച്ചന്റെ കാര്യം തന്നെ നോക്കൂ. കംബാക്കുകളുടെ രാജകുമാരൻ എന്നാണ് അമിതാഭ് ബച്ചനെ വിളിക്കുന്നത്. പ്രിൻസ് ഓഫ് കംബാക്സ്. ഒരു ഉദാഹരണം പറയാം. 1982 കൂലി സിനിമയുടെ ചിത്രീകരണ സമയത്ത് ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെ ബച്ചൻ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. ഒരു ടേബിളിലേക്ക് വീഴുന്ന സീനുണ്ടായിരുന്നു. മൂർച്ചയുള്ള ഭാഗം വയറ്റിൽ കുത്തിക്കേറി. ആന്തരിക രക്തസ്രാവമുണ്ടായി. ഒരു പ്രതികരണവുമില്ലാതെ ദിവസങ്ങളോളം ആശുപത്രി കട്ടിലിൽ കിടന്നു. ബച്ചൻ ക്ലിനിക്കലി ഡെഡായി എന്ന് പോലും ഡോക്ടർമാർ വിധിയെഴുതി. ഹൃദയമിടിപ്പ് നിന്നു. BP 0 താഴ്ന്നു. കുടുംബവും ആരാധകരുമെല്ലാം പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഉദ്യോഗത്തിന്റെ ആ ദിവസങ്ങൾക്കപ്പുറം ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൈകാലുകൾ ചലിച്ചു. ഡോക്ടർമാർ കഴിയാവുന്നതെല്ലാം ചെയ്തു. അങ്ങനെ ബച്ചൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സിനിമയെ വെല്ലുന്നൊരു കഥയായി തോന്നാം. പക്ഷേ ബച്ചന്റെ ഏറ്റവും ഗംഭീരമായ തിരിച്ചുവരവായിരുന്നു അത്. ബച്ചൻ ആകാശവാണിയിൽ അഭിമുഖത്തിന് പോകുമ്പോൾ ഇയാളുടെ ശബ്ദം കൊള്ളൂല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ തിരിച്ചുവിടുന്നത്. പിന്നീട് ആ അമിതാഭ് ബച്ചന്റെ ശബ്ദത്തിന് വേണ്ടി ആളുകൾ ക്യൂ നിന്നു. ജീവിതം അങ്ങനെയാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന സമയത്ത് അത്ഭുതങ്ങൾ കാണിച്ച് തിരിച്ചു വരും.